നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ 50 ക്വസ്റ്റ്യൻസ് ഇന്നലത്തോടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻസ്: റോട്ട വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, ഡെങ്കി വൈറസ്, HIV. ഏതാണ് ഉത്തരം? ഉത്തരം ഡെങ്കി വൈറസ് ആണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം കില്ലിയൻ മർഫിയാണ്. ഇനി നമുക്ക് നോക്കാം. ഇത് 2024 ഇപ്പോൾ 2026 ആയി. അപ്പോൾ നമുക്ക് 2025 97ാമത് ഓസ്കാർ അവാർഡ് ആർക്കാണ് നോക്കാം. ഇതിലെ മികച്ച സിനിമ ഏതാണ്? 97ാം ഓസ്കാർ അവാർഡിൽ മികച്ച സിനിമ എന്ന് പറയുന്നത് അനോര ആണ്. ഏതാണ്? അനോര ആണ് മികച്ച സിനിമ. ഓക്കെ. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. മികച്ച നടൻ ആരാണ്? അഡ്രിയാൻ ബ്രോഡിയാണ് മികച്ച നടൻ. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ഇനി മികച്ച നടി മൈക്കി മാഡിസൺ. ആരാണ് മികച്ച നടി? മൈക്കി മാഡിസൺ ആണ് മികച്ച നടി. മൈക്കി മാഡിസൺ. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ് മികച്ച നടി. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. 2025 ഓസ്കാർ നമ്മൾ 3 കാര്യങ്ങളിപ്പോൾ നോക്കി. ചെറുതായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോക്കാം. അനോര മികച്ച സിനിമ, മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി, മികച്ച നടി മൈക്കി മാഡിസൺ. ഇത് മൈക്കി ആണ് കേട്ടോ, മൈക്കി മാഡിസൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. ദിവസം ഏതാണെന്നറിയോ? 1984 നവംബർ 15 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പം നമ്മുടെ ഈ സൈലന്റ് വാലി രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ് രാജ്യത്തിന് സമർപ്പിച്ചത്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി രാജ്യത്തിന് ഔദ്യോഗികമായി സമർപ്പിച്ചത്. രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് ഈ ഒരു സൈലന്റ് വാലി ദേശീയോദ്യാനം രാജ്യത്തിന് സമർപ്പിച്ചത്. ഇവിടെ മെയിനായിട്ട് എന്താണ്? സിംഹവാലൻ കുരങ്ങുകളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ. സിംഹവാലൻ കുരങ്ങുകളാണ് ഇവിടെ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം? 2024 IFFI നടന്ന സംസ്ഥാനം ഏതാണ്? 2004 മുതൽ എല്ലാ വർഷവും ഈ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ് 2004 മുതൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഗോവയാണ് ഉത്തരം. ഇത് എത്രാമതായിരുന്നു 2024 നടന്നത്? 55ാമതായിരുന്നു. അപ്പോൾ 2025 അപ്പോൾ നടക്കാൻ പോകുന്നത് 2025 എത്രാമത്തെയാണ് നടക്കാൻ പോകുന്നത്? 56ാമത്തെ. നടന്നത് 56ാമത്തെ. 56ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് ഇപ്പോൾ നടന്നത്. ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിൽ വെച്ചിട്ട് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആർക്കാണ് കൊടുത്തത്? രജനീകാന്തിനാണ് ഈ ഒരു പുരസ്കാരം നൽകിയിട്ടുള്ളത്. രജനീകാന്തിനാണ് ഏത് പുരസ്കാരമാണ് രജനീകാന്ത് നൽകിയിട്ടുള്ളത്?
സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡനാണ്. അപ്പോൾ ആർക്കെങ്കിലും അറിയാം എന്താണ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ്. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഹൈഡ്രോപോണിക്സ് എന്നാൽ എന്താണ് ഹൈഡ്രോപോണിക്സ്? നമ്മളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ വെള്ളത്തിലെ ചെടികൾ വളർത്തുന്ന ആധുനിക രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. എന്താണ്? മണ്ണില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെടികൾ വളർത്തിയെടുക്കുന്ന ആധുനിക രീതിയാണ്, വെള്ളത്തിലെ ചെടികളെ വളർത്തിയെടുക്കുന്ന ആധുനിക രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് ആകെ എത്ര പല്ലുണ്ട്? 4 തരം പല്ലാണുള്ളത്. ഏതൊക്കെയാണ്? ഇവിടെ തന്നെ ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലോ. ഉളിപ്പല്ല്, ചർവണകം, കോമ്പല്ല്, അഗ്രചർവണകം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഉത്തരം? ആഹാരം ചവച്ചരയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? ചർവണകം, അഗ്രചർവണകം. ഇത് രണ്ടാണ്. 2ഉം 4ഉമാണ് ഇതിൻ്റെ ഉത്തരം. നമ്മുടെ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ല്. അങ്ങനെയാണെങ്കിൽ ഉളിപ്പല്ല് എന്തിനാ? ആഹാരം കടിച്ചു മുറിക്കാൻ. ആഹാരം കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആഹാരം കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉളിപ്പല്ല്. കോമ്പല്ലാണെങ്കിൽ ആഹാരം കീറി മുറിക്കാൻ. കോമ്പല്ല് എന്താണ്? കീറി മുറിക്കാൻ. ആഹാരം കീറി മുറിക്കാൻ. ഓക്കെ, ആഹാരം കീറി മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് കോമ്പല്ല്. അപ്പം ആകെ എത്ര ഉണ്ട്? 4 തരം പല്ലാണുള്ളത്. ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കാൻ, ചർവണകവും അഗ്രചർവണകവും ആഹാരം ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാരം കീറി മുറിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അത് നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, അറിയാലോ. വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? സൽകീർത്തി ഏതിൻ്റെയാണ്? ഉത്തരം വെണ്ടയുടേതാണ് സൽകീർത്തി എന്ന് പറയുന്നത്. വെണ്ടയുടെ മറ്റൊന്ന് ഏതാണ്? കിരൺ എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ്. കിരൺ. പിന്നെ കിരണും അരുണ ആരുടെയാണ്? വെണ്ടയുടേത്. നമുക്ക് ഓരോന്നിൻ്റെതും 2 എണ്ണം വീതം നമുക്ക് പറഞ്ഞു നോക്കാം. അരുണ. അങ്ങനെയാണെങ്കിൽ നെല്ലിൻ്റെത് ഏതാണ്? പവിത്ര. പവിത്ര. ഇതുകൂടാതെ ഉമാപഞ്ചമി. പിന്നെ ഏതൊക്കെയാണ്? പവിത്രയും ഉമാപഞ്ചമിയുമാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ. പയറിൻ്റെത് ലോല. ലോല പയറിൻ്റെതാണ്. ലോല. അതുകൂടാതെ മാലിക. പല്ലിൻ്റെ സങ്കര ഇനമാണ്. പയറിൻ്റെ സങ്കര ഇനമാണ്. ഇനി തെങ്ങ്. കേരഗംഗ, കേരശ്രീ. നമുക്കറിയാലോ. കേരഗംഗ കൂടാതെ കേരശ്രീ. അപ്പം ഈ 4 വെണ്ട, നെല്ല്, പയർ, തെങ്ങ് ഇതിൻ്റെയൊക്കെ 2 വീതം സങ്കര ഇനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ,
വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2007 ആണ് വനാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.